വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. ബി.ജെ.പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായിട്ട് RC രാജീവ് ചന്ദ്രശേഖരൻ വന്നു കഴിഞ്ഞു. ഇനി അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കേണ്ട ഒരു സമയം കൂടെ ഉള്ളൂ. ഈ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ സ്വാഭാവികമായിട്ടും അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. മീഡിയ വണ്ണിന്റെ ഒരു ചർച്ച വലിയ വിവാദമായി ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതിൽ ചർച്ചയുടെ ടൈറ്റിൽ തന്നെ കൊടും വിഷമാകുമോ രാജീവ് ചന്ദ്രശേഖരൻ എന്നുള്ളതായിരുന്നു ആ ചർച്ചയുടെ ഉറവിടം. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഇവർക്ക് എതിർക്കാൻ ഒന്നുമില്ല എന്നുള്ളതാണ്. പിന്നെ വേണമെങ്കിൽ പറയാം ഒരു കോർപ്പറേറ്റ് ഭീമനാണ്, ഭീകരനാണ്, ഫാസിസ്റ്റ് ആണ്, നാസിസ്റ്റ് ആണ്, മുസോളിനിസ്റ്റ് ആണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. വലിയ പിടി കിട്ടുന്നില്ല. എന്താണ് രാജീവ് ചന്ദ്രശേഖരൻ, ആരാണ് രാജീവ് ചന്ദ്രശേഖരൻ, എന്താണ് പുള്ളി ഇവിടെ ചെയ്യാൻ പോകുന്നത്? പണമെറിഞ്ഞ് BJP കേരളത്തിൽ ഒരു ഇത് പിടിക്കാനുള്ള നീക്കമാണോ, അതായത് ഭരണം പിടിക്കാനുള്ള ഒരു നീക്കമാണോ, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള എണ്ണയിട്ട യന്ത്രം പോലെ BJPയെ ചെത്തി മിനുക്കി വെട്ടി ഒരുക്കി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് കൊണ്ടുവരാനാണോ ഇയാള് ശ്രമിക്കുന്നത്? വർഗീയതയിലൂടെ എന്തായാലും രാജീവ് ചന്ദ്രശേഖരൻ അത് ചെയ്യില്ല എന്നുള്ളതിന്റെ കൃത്യമായിട്ടുള്ള ബോധ്യം ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഉണ്ട്, ഇവിടെയുള്ള ജനപ്രതിനിധികൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം VD സതീശൻ പറഞ്ഞ വലിയൊരു ബൈറ്റ് വിവാദം എന്ന നിലയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നുണ്ട്. BJPയുടെ ഐഡിയോളജി അല്ല രാജീവ് ചന്ദ്രശേഖരനുള്ളത് എന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ കൊടും വിഷമാണ് എന്ന്. പഴയ ഒരു കളമശ്ശേരി സ്ഫോടന കേസിൽ രാജീവ് ചന്ദ്രശേഖരന്റെ ഒരു ബൈറ്റ് ഉദ്ധരിച്ചാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇത് പറഞ്ഞത്. പക്ഷേ പുള്ളിക്കാരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഹീസ് എ സ്കോളർ, വളരെ വെൽ എഡ്യൂക്കേറ്റഡ് ആണ്, റെപ്യൂട്ടഡ് ആണ്, ഇന്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ BPL മൊബൈൽ അത് കൊണ്ടുവന്നത് പുള്ളിയാണ് എന്ന് പറയപ്പെടുന്നു. അങ്ങനെയുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഇവിടെ വരുമ്പോൾ മാധ്യമങ്ങൾക്കൊന്നും ഒരു ചുക്കും ചുണ്ണാമ്പും രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് പറയാൻ കിട്ടുന്നില്ല, ഒരു ഐഡിയ കിട്ടുന്നില്ല. സുരേഷ് ഗോപിയെ പോലെ വളഞ്ഞിട്ട് ആക്രമിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറയട്ടെ, ഇതുവരെയുള്ള ഈ BJPയുടെ അധ്യക്ഷന്മാർ ഉണ്ടായി വന്നപ്പോൾ, ഇപ്പൊ കുമ്മനം രാജശേഖരൻ വന്നപ്പോൾ ആരാണ് കുമ്മനം? ഒരു കുതിരയാണെങ്കിൽ ആദ്യം കുതിരയെ എങ്ങനെ തളയ്ക്കണം എന്ന് നമുക്കറിയാം. ആ ഒരു ആക്രമണ ശൈലി നമ്മൾ കൃത്യമായിട്ട് അവലംബിക്കും എന്ന് പറഞ്ഞാണ് ഇവർ കുമ്മനത്തെ സമീപിച്ചത്. ഇപ്പോ സുരേന്ദ്രൻ വരുന്നു. സുരേന്ദ്രൻ എന്താണ്? ഒരു ആനയുടെ ഇമേജ് എങ്ങനെയാണ്? കാല് പിടിക്കുമ്പോൾ കാല് നല്ല തൂണ് പോലെ ഇരിക്കുന്നു, മസ്തകമുണ്ട്, എല്ലാം കൃത്യമായിട്ട് ഇമേജ് മനസ്സിലാക്കും അവരുടെ. ഇതാണ് ഇയാൾ എന്ന് മനസ്സിലാക്കും. പക്ഷേ രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു തേനീച്ച കൂട് പോലെയാണ്. കാരണം ഇത് എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ അവസാനിപ്പിക്കണം, ഇത് എങ്ങനെ എന്ത് ചെയ്യണം എന്നുള്ളതാണ് ഇവർക്ക് മനസ്സിലാകാത്ത കാര്യം. ഇയാളെ എവിടെ, എങ്ങനെ, എന്ത് കാര്യം പറഞ്ഞ് വിമർശിക്കും എന്നുള്ളതാണ് ഇവരുടെ ആകപ്പാടെ ഇവർക്ക് വിമർശിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ടുള്ള സംഭവമാണ്. ഇന്നലെ റിപ്പോർട്ടർ ചാനലിന്റെ ഇത് കണ്ടല്ലോ, ഒരു ആവശ്യവുമില്ലാത്തൊരു സംഭവം കേട്ടോ. റിപ്പോർട്ടർ ചാനലിന്റെ ഒരു കാർഡ്, ആ കാർഡിൽ BJP സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരൻ എന്ന് കൊടുക്കേണ്ടതിന് പകരം അവർ കൊടുത്തിരിക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉടമ ഇനി BJP സംസ്ഥാന അധ്യക്ഷൻ എന്നാണ് അവർ കൊടുത്തിരിക്കുന്നത്. അതിന്റെ എന്തെങ്കിലും കാരണം വിമർശിക്കാനൊന്നുമില്ല. അങ്ങനത്തെ ഉള്ള ഒരു സാഹചര്യത്തിൽ എന്തെങ്കിലുമൊക്കെ കൊടുക്കണ്ടേ? ഏഷ്യാനെറ്റിന്റെ ന്യൂസ് ഉടമയാണ്, മറ്റതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് രാജീവ് ചന്ദ്രശേഖരന്റെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയാണ് ജൂപ്പിറ്റർ, അങ്ങനെ ഒരു കമ്പനി. ആ കമ്പനിയിൽ ഭൂരിഭാഗം ഓഹരികൾ, ഏഷ്യാനെറ്റിന്റെ ഓഹരികൾ ആ കമ്പനിയുടെ കയ്യിലാണുള്ളത്. അല്ലാതെ രാജീവ് ചന്ദ്രശേഖരൻ ഏഷ്യാനെറ്റിനകത്ത് കയറി ഏഷ്യാനെറ്റിലെ ആൾക്കാരെ നിയന്ത്രിക്കുക, പിടിക്കുക, അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും തന്നെ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് ഈ മണ്ടന്മാരോടൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ BJPയെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ സംസ്ഥാനത്തും BJP ഇപ്പോൾ ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. അതായത് പഴമയുടെ രാഷ്ട്രീയമുണ്ട്. അതായത് പരമ്പരാഗത രാഷ്ട്രീയ തൊഴിലാളികളെ ഒഴിവാക്കിക്കൊണ്ട് പുതിയ മുഖങ്ങൾ. ആ പുതിയ മുഖങ്ങൾ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരാണ്. അവരെ പെട്ടെന്ന് മാധ്യമങ്ങൾക്കും ഈ രാഷ്ട്രീയ തൊഴിലാളികൾക്കും അണികൾക്കും പിടികിട്ടില്ല. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖരനെ എങ്ങനെ വിമർശിക്കും എന്ന് ഒന്ന് ആലോചിച്ച് തലമുണ്ടാക്കിയിരിക്കുകയാണ് ഇവിടെയുള്ള കമ്മികളും സുഡാപ്പികളും. വിമർശിക്കും. എന്നാൽ ഇയാൾ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരാളുമാണ്. ഇങ്ങനെയുള്ള ഒരാളെ ജനങ്ങൾക്ക് ഇഷ്ടമാണ്. ഇപ്പൊ കേരളത്തിന്റെ ഭൂമിക നോക്കിക്കഴിഞ്ഞാൽ നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ശശി തരൂരിനെ പോലുള്ള ഒരാള് വലിയ ബഹുമാനമാണ് കേരളത്തിലുള്ള യുവാക്കൾക്കും പല ആൾക്കാർക്കും. രാജീവ് ചന്ദ്രശേഖരനെ നോക്കിക്കഴിഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ എല്ലാത്തിലും വെൽ അപ്ഡേറ്റഡ് ആണ്. ഇപ്പോ ഇവിടെയുള്ള കുട്ടികൾ, കേരളത്തിലുള്ള കുട്ടികളെ നമുക്കറിയാം, അവർ ഗെയിമിങ്ങും മറ്റതും മറിച്ചതും ഒക്കെ ആയിട്ട് ലൈവ് സ്ട്രീം ഒക്കെ ആയിട്ട് ഭയങ്കര മുന്നോട്ട് പോകുമ്പോൾ ഇദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ഇദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇനി ഉള്ള ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഗെയിമിംഗ് ആണ്. അത്ര അപ്ഡേറ്റഡ് ആണ് പുള്ളി എന്നുള്ളതാണ്. അതായത് കൊച്ചുകുട്ടികളുടെ പൾസ് വരെ പുള്ളിക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു BJP ഒരു സ്ട്രാറ്റജി ഇതെല്ലായിടത്തും BJP അവലംബിക്കുന്നുണ്ട്. ഇത് കേരളത്തിൽ വർക്കൗട്ട് ആവും. ഈ നമ്മൾ കഴിഞ്ഞ ഒരു 11 വർഷത്തെ ഒരു ഇന്ത്യൻ രാഷ്ട്രീയം പരിശോധിച്ചാൽ 2014 മുതൽ ഇപ്പൊ ഈ 2025 വരെയുള്ള രാഷ്ട്രീയം ശരിക്കും പരിശോധിച്ചു കഴിഞ്ഞാല് ഇന്ത്യയിലെ രാഷ്ട്രീയ രംഗത്ത് ഒരു വലിയ മാറ്റം BJP കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം നമ്മൾ ഒരു കാലത്ത് യൂറോപ്പിൽ മാത്രം കണ്ടിരുന്ന അല്ലെങ്കിൽ കേട്ടിരുന്ന ഒരു പൊളിറ്റിക്സ്
ഇന്ത്യയിലേക്ക് എത്തിയിട്ടുണ്ട്. അതായത് പ്രൊഫഷണലിസത്തിനെ കൂടുതലായി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഓരോ മേഖലയിലും ആവശ്യമുള്ള നേതാക്കളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം. അതായത് IT കുറിച്ച് പറയാൻ IT തന്നെ വിദഗ്ധനായ ഒരു എത്തുന്നു. ഒപ്പം തന്നെ മറ്റ് സയൻസിനെ കുറിച്ച് പറയാൻ അതിന്റെ ഒരു വ്യക്തി എത്തുന്നു. ഡോക്ടർ ആണെന്നുണ്ടെങ്കിൽ ഡോക്ടറെ എത്തിക്കുന്നു. ഇങ്ങനെയുള്ള ഇപ്പൊ തന്നെ നമുക്കറിയാം ഡോക്ടർ ഹർഷവർദ്ധനെ കൊണ്ടുവന്നു, ഡോക്ടർ JP നദ്ദയെ കൊണ്ടുവന്നു. ഇങ്ങനെയുള്ള ആ ഒരു മേഖലയിൽ കൂടി പരിണത പ്രജ്ഞരായവരെ എത്തിച്ചുകൊണ്ട് ഒരു പ്രൊഫഷണലിസം കൊണ്ടുവരാനായിട്ട് BJP 2014 മുതൽ ശ്രമിക്കുന്നു. നമ്മുടെ മന്ത്രിസഭ നോക്കിയാൽ തന്നെ അറിയാം, അതിനകത്തുള്ള കുറച്ചു പേരെങ്കിലും ഈ പറയുന്ന എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് വന്നവരാണ്. അവരൊരു S ജയശങ്കർ ആയാലും അശ്വിനി വൈശവ് ആയാലും ഈ പിന്നെ അങ്ങനെയുള്ള കുറെ അധികം പേര് ഒരു ദൈനംദിന പൊളിറ്റിക്സിന്റെ ആളുകളല്ല. കാരണം അങ്ങനെയുള്ളവരെ കൂടെ കൊണ്ടുവന്നുകൊണ്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. അവർ കഴിഞ്ഞ ഒരു 11 വർഷമായിട്ട് അങ്ങനെ, അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതിലൊന്ന് ഈ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാട്ടില് അവിടെ ശ്രീ അണ്ണാമലയെ കൊണ്ടുവരുമ്പോൾ അദ്ദേഹം ഒരു യുവ IPS ഓഫീസർ ആയിരുന്നു. 34 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം ഈ BJP-യിലോട്ട് വരുന്നത്. അദ്ദേഹത്തിന് കേവലം 9 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നുള്ളൂ IPS-ൽ. ആ 9 വർഷം കൊണ്ട് നല്ല തിളക്കം മാറുന്ന ഒരു പേരും പെരുമയൊക്കെ അദ്ദേഹം ജോലിയിൽ നേടിയിട്ടുമുണ്ട്. ആ ജോലി രാജിവെച്ചിട്ട് അണ്ണാമലൈ നേരെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നു. കേവലം 2 വർഷക്കാലം മുരുകനൊപ്പം പ്രവർത്തിക്കുന്നു. 2 വർഷം കഴിയുമ്പോൾ നേരെ BJP-യുടെ സംസ്ഥാന അധ്യക്ഷനാകും. പിന്നീട് അവിടെ നടന്ന മാറ്റം നമ്മൾ കണ്ടതാണ്. ആർക്കും പെട്ടെന്ന് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടായിരുന്നു തമിഴ്നാട്ടിൽ അങ്ങനെ ഒരാളെ അവിടെ കൊണ്ടുവന്നത്? കാരണം നരേന്ദ്രമോദി നേരിട്ട് പറയുകയായിരുന്നു അണ്ണാ BJP-യിൽ ചേരണം, ജോയിൻ ചെയ്യണം, വരണമെന്ന്. ആ ഒരു ഒറ്റ വാക്ക് കേട്ടുകൊണ്ട് ഒരു IPS പോലെ, നമുക്കറിയാം IPS ഒരു ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം പ്രയത്നം കഠിനാധ്വാനം ഒക്കെ വേണ്ടിവരും. അത് തന്നെ ആ ജോലി കിട്ടിയതിന് ശേഷവും അദ്ദേഹം ഭയങ്കര പേരും പെരുമയൊക്കെ എടുക്കുകയുണ്ടായി. അങ്ങനെ നിൽക്കുന്ന ഒരു ഓഫീസർ തന്റെ എല്ലാ പദവികളും കളഞ്ഞിട്ട് തമിഴ്നാട് പോലെ ഒരു സ്ഥലത്തെ BJP-യുടെ പ്രസിഡന്റ് ആകുക. കാരണം ആകെ 3% വോട്ടുള്ളത്. ഭാവിയിൽ പോലും അവിടെ ഒരു മുനിസിപ്പാലിറ്റി ഭരിക്കുമെന്ന് പോലും ഒരു ഊഹം പോലും ഇല്ലാത്തൊരു സ്ഥലത്ത് അവിടത്തേക്കാണ് അദ്ദേഹം വരുന്നത്. അദ്ദേഹത്തെ അപ്പോയിന്റ് ചെയ്യുന്നു, അവിടെ വരുന്നു. അവിടെ എന്താണ് അവരുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂപ്പിസം ഉള്ള, നമ്മുടെ കേരളത്തിലേക്ക് പോലെ തന്നെ ഗ്രൂപ്പിസം അധികമുള്ള ഒരു സംസ്ഥാനം തന്നെയാണ്. ഭരണമില്ലെങ്കിലും വോട്ടിംഗ് ശതമാനം ഇല്ലെങ്കിലും ഗ്രൂപ്പിസത്തിന് ഒരു കുറവില്ലാത്തൊരു സംസ്ഥാനം തന്നെയാണ് തമിഴ്നാട് എന്ന് പറയേണ്ടി വരും. H. രാജയുടെ നേതൃത്വത്തിലായാലും മറ്റു പലരുടെ നേതൃത്വത്തിലായാലും ഒക്കെ തന്നെ ഗ്രൂപ്പിസം ഉണ്ടായത്. ഇത് അണ്ണാമലൈ അവിടെ വന്നപ്പോൾ എന്താണ് സംഭവിച്ചത്? അദ്ദേഹം അതിനെ ഒരു പ്രൊഫഷണലാക്കി മാറ്റി BJP എന്ന സംഘടന. അദ്ദേഹത്തിന്റെ ഒരു ബൈറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അവിടുത്തെ കുറെ ജില്ലാ പ്രസിഡന്റുമാരെ അദ്ദേഹം കൂത്തെടുത്ത് വെളിയിൽ കളഞ്ഞായിരുന്നു. അവിടെ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കുറെ ജില്ലാ പ്രസിഡന്റുമാരെ, സംസ്ഥാന സെക്രട്ടറിമാരെയൊക്കെ അടിച്ച് പുറത്തു കളഞ്ഞു പുള്ളി. അപ്പോ അതിനെക്കുറിച്ച് മാധ്യമപ്രവർത്തകർ ചോദിച്ചു, നിങ്ങൾ ഒരു ഒറ്റയാനായിട്ട് പോവുകയാണല്ലോ, ഒരു ഫാസ്റ്റ് BJP തമിഴ്നാട്ടിൽ നടപ്പാക്കുന്നത് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, എന്നെ ദോശ ചൂടാനല്ല. ചേട്ടാ, അത് ഞാൻ എന്നെ ദോഷ ചൂടാനല്ല അവിടെ ഇരുത്തിയിരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നുള്ളത് അണ്ണാമലൈ പറഞ്ഞതാണ്. പക്ഷെ അവിടെ എൻ്റെ ഒരു ചോദ്യം, തമിഴ്നാട്ടിൽ അതൊക്കെ സർവ്വസാധാരണമാണ്. കാരണം തമിഴ്നാട്ട് പൊളിറ്റിക്സ് നമുക്ക് എല്ലാവർക്കും അറിയാം. തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എക്സാക്ട്ലി സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് തമിഴ്നാട് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ എടുത്ത് പുറത്ത് കളയാം, പുറത്ത് കളഞ്ഞവന് തിരിച്ചു വരാം, ജനങ്ങളൊന്നും അത് കെയർ ചെയ്യുന്നില്ല, ബോധർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇപ്പോൾ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തി ഇപ്പോൾ BJP-യിൽ നിന്ന് കോൺഗ്രസിലേക്ക് പോയി, തിരിച്ച് BJP-യിലേക്ക് ആൾ വന്നു കഴിഞ്ഞാൽ BJP അണികൾ സ്വീകരിക്കുമെന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഇത് തമിഴ്നാട്ടിലായിരുന്നെങ്കിൽ അവർ സ്വീകരിക്കും. അപ്പൊ ഇങ്ങനൊരു സാഹചര്യത്തിൽ കേരളത്തിൽ ഗ്രൂപ്പിസത്തിന്റെ അതിപ്രസരമാണ് BJP-യിൽ എന്നുള്ള ആരോപണമുണ്ട്. ഈ ഒരു ആരോപണത്തിൽ ഒരു എന്താ പറയാ, ഒരു CEO എന്ന് തന്നെ നമുക്ക് പറയാം, BJP-യുടെ ഒരു CEO ആവാനായിട്ട് രാജീവ് ചന്ദ്രശേഖർ വരുന്നു. ഇതേ നിലപാട് BJP-യിൽ കേരളത്തിൽ രാജീവ് ചന്ദ്രശേഖർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ BJP നേതാക്കൾ കാലുവാരില്ല, അല്ലെങ്കിൽ BJP നേതാക്കൾ അംഗീകരിക്കും എന്ന് നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അവര് വലിയ രീതിയിൽ അസഹിഷ്ണുക്കളാവില്ലേ BJP നേതാക്കൾ? അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ എപ്പോഴും സാധ്യതകളുടെ ഒരു കലയാണ്, സംഭവം ശരിയാണ്. പക്ഷേ ആ സാധ്യതകളുടെ ഒരു കലയായിരിക്കുമ്പോൾ തന്നെയും എങ്ങനെ നമുക്ക് ചുറ്റുമുള്ള നേതാക്കളെ, ഗ്രൂപ്പിസം കളിച്ചിരിക്കുന്ന നേതാക്കളെ നമുക്ക് കടിഞ്ഞാണിട്ട് വലിക്കാൻ സാധിക്കും? അതിനൊരു പരിധിയും പരിമിതിയും ഇല്ലേ? അതാണ് എന്റെ അടുത്ത ചോദ്യം. കേരളത്തിൽ സാധ്യമാണ്? തമിഴ്നാട്ടിലെ കുറച്ചുകൂടി ഈസിയാണ് കേരളത്തിൽ നിന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. കാരണം തമിഴ്നാട് പൊളിറ്റിക്സ്, തമിഴ്നാട്ടിലെ ഗ്രൂപ്പും കേരളത്തിലെ ഗ്രൂപ്പും രണ്ട് ആനയും ആടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്. കേരളത്തിൽ നിന്ന് ഗ്രൂപ്പ് കളിച്ചിട്ട് നേതാവ് ഒറ്റയ്ക്ക് പുറത്ത് നിന്ന് 10 പേര് കൂടെ കാണത്തില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിലെ ഗ്രൂപ്പുകളുടെ ഓരോ ലീഡേഴ്സിനും അവിടെ ഒരു സമുദായം ഒറ്റയ്ക്ക് കട്ടക്ക് നിൽക്കും. പല സമുദായങ്ങളുടെ പ്രതിനിധികളായിട്ടാണ് അവിടുത്തെ ഓരോ നേതാവും വളർന്നു വരുന്നത്. കുറഞ്ഞ പക്ഷം അവരുടെ കീഴിൽ ഒരു പഞ്ചായത്തെങ്കിലും ഒറ്റക്കെട്ടായിട്ടുണ്ട്. അവർ അതിന്റെ ബലത്തിലാണ് വരുന്നത്. തമിഴ്നാട്ടിലെ ഒരു പൊളിറ്റിക്സ്, അത് DMK ആയാലും ADMK ആയാലും BJP ആയാലും ഒക്കെ ഉണ്ടാകുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ ഒരു രീതിയിൽ ജില്ലാ പ്രസിഡന്റ്, മണ്ഡല പ്രസിഡന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നാളെ
ഒരു നേതാവ് അണ്ണാമലൈ വരുന്നു, തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ചെയ്യുന്ന പണി 4 5 നേതാക്കളെയാണ് വിളിച്ചു പറയുന്നത്. 5000 പേര് വേണം, 1000 പേര് വേണമെന്ന്. കാരണം അവർക്കറിയാം അത്രയും പേരെ സംഘടിപ്പിക്കാൻ കപ്പാസിറ്റി ഉള്ള നേതാക്കന്മാരാണ് ഇവരെല്ലാം. ഈ എന്താ പറയുന്നത്, ബേസിക്കലി വളർന്നു വരുന്നതല്ല ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമുദായത്തിന്റെയോ ആ ഏരിയയോടോ പ്രാന്ത്യമുള്ള നേതാക്കന്മാരാണ്. അതിപ്പം BJP മാത്രമല്ല, ADMK DMK ഒക്കെ അങ്ങനെ. അതുകൊണ്ടാണ് അവിടെ ADMK ഒക്കെ പെരുങ്കള്ളന്മാരൊക്കെ 7 8 തവണ ജയിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം അങ്ങനെ തന്നെയാണ്. അതായത് കുറെ പിന്തുണയുണ്ട് ഇവർക്ക്. ആ പിന്തുണ ഇവർ നേടിയെടുക്കുന്നത് ഒരുപക്ഷെ ഇവരുടെ ഗുണ്ടായുസത്തിലൂടെ ആകാം, ഇല്ലെങ്കിൽ ഇവരുടെ പണത്തിന്റെ മിടുക്കുകൊണ്ടാകാം, ഇല്ലെങ്കിൽ ഇവരുടെ ജനോപകാരപ്രദമായിട്ട്. അത് വളരെ കുറച്ചേ ഉള്ളൂ. ബാക്കി ഞാൻ ഈ പറഞ്ഞ മെത്തേഡിലേക്ക് കൂടെ തന്നെയാണ് എടുക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. നമ്മുടെ ഈ കന്യാകുമാരി ജില്ലയിലേക്ക് വന്ന അവിടെ പൊൻ രാധാകൃഷ്ണൻ പറഞ്ഞ നേതാവുണ്ട് BJPക്ക്. വളരെ ജനകീയനായ ഒരു നേതാവാണ്. പുള്ളി എങ്ങനെ നിന്നാലും ഇത്ര ശതമാനം വോട്ട് അദ്ദേഹത്തിന് ലഭിക്കും. അദ്ദേഹം പാർട്ടിയിൽ നിന്ന് പോയാൽ പോലും കന്യാകുമാരിയിൽ ഒരു ചെറിയ ചലനം ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിയും. കാരണം അത്രത്തോളം വ്യക്തിപരമായ സ്വാധീനമുള്ള ഒരു നേതാവാണ് ഈ പറയുന്ന പൊൻ രാധാകൃഷ്ണൻ. രാജയും ചെറിയ നേതാവൊന്നുമല്ല. അപ്പൊ ഇങ്ങനെയുള്ള കുറെ തുരുത്തുകൾ തമിഴ്നാട്ടിലുണ്ട്. അപ്പൊ ആ തമിഴ്നാടിനെ ഒരു പരിധി വരെ ക്ലിയർ ചെയ്യാൻ അണ്ണാമലൈ എന്ന് പറയുന്ന ഒരു തുടക്കക്കാരന് കഴിഞ്ഞുവെങ്കിൽ ഏതാണ്ട് ഒരു 10 30 കൊല്ലക്കാലം ഈ രാഷ്ട്രീയത്തിൽ സജീവമായി നിന്ന് അത്യാവശ്യം കളികളും എല്ലാം അറിയാവുന്ന രാജീവ് ചന്ദ്രശേഖരൻ ഈസി ആകുമെന്നുണ്ട്. കാരണം കേരളത്തിൽ തമിഴ്നാടിന്റെ സ്ഥിതി അല്ല. കേരളത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു നേതാവ് പുറത്തു പോയി കഴിഞ്ഞാൽ അയാൾ പുറത്തു പോയതല്ല. ഈ സന്ദീപ് വാര്യർ BJPക്കകത്ത് ഉണ്ടായിരുന്നപ്പോൾ വലിയ ആളും അനക്കവും ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിന് പോലും വലിയ റീച്ച് ആയിരുന്നു, ലൈക്ക് ആയിരുന്നു. ഇദ്ദേഹം പുറത്തു പോയിട്ട് ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കേട്ടില്ല. ഇന്നലെ കണ്ട് അദ്ദേഹം ഒരു കമന്റുമായിട്ടാണ് വരുന്നത് കണ്ടു. കുറഞ്ഞ പക്ഷം അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന അദ്ദേഹത്തിന്റെ സമുദായം പോലും ഒരു പ്രസ്താവനയുമായി വരുന്നത് നമ്മളാരും കണ്ടിട്ടില്ല. ഇതിനു മുമ്പ് രാമൻപിള്ള എന്ന് പറഞ്ഞൊരു നേതാവ് BJP പോയി ജനപക്ഷം എന്ന് ഒരു പാർട്ടിയൊക്കെ ഉണ്ടായി അവസാനം BJPയിലേക്ക് തന്നെ മടങ്ങി വരുന്നൊരു കാഴ്ച. അങ്ങനെ ഞാൻ BJPയുടെ കഥ മാത്രമല്ല ഞാൻ പറയുന്നത്. CPM നിന്ന് പോയ നേതാക്കളൊക്കെ എന്തായിട്ടുണ്ട്? ഒന്നും ആയിട്ടില്ല. കോൺഗ്രസിൽ നിന്ന് പോയ നേതാക്കൾ എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ ഇവർ ഈ പാർട്ടിക്കുള്ളിൽ നിൽക്കുമ്പോൾ മാത്രമേ ഇവർക്ക് ഈ അണികളുടെ പിന്തുണ മാത്രമേ ഇവർക്കുള്ളൂ. അല്ലാതെ ഇവർ ഒറ്റയ്ക്ക് നിന്ന ബിഗ് സീറോസ് ആണ്. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. തമിഴ്നാട്ടിൽ പറഞ്ഞ ഒരു നേതാവ് പോയാൽ കുറഞ്ഞ പക്ഷം അവനൊരു നിയോജക മണ്ഡലത്തിലെങ്കിലും പിൻബലം, കുറച്ചെങ്കിലും പിന്തുണയുണ്ട്. കണ്ടിട്ടില്ലേ ഈ TTV ദിനകരനൊക്കെ വന്നിട്ട് ഈ ശശികലയൊക്കെ ജയിലിൽ കിടന്ന് പിന്നെ പ്രശ്നം ഉണ്ടായിട്ട് TTV ദിനകരൻ വന്നിട്ട് കഴിഞ്ഞ നിയമസഭയിൽ അതിന് മുമ്പത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വന്നിട്ട് മിനിമം 15,000 20,000 വോട്ട് അവർ മത്സരിച്ച മണ്ഡലങ്ങളെല്ലാം പിടിച്ചു. അവരുടെ സ്ഥാനാർത്ഥികൾ 10 70 മണ്ഡലത്തിൽ മത്സരിച്ചായിരുന്നു. എങ്ങനെ കിട്ടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ അണികളെയും മറ്റുള്ളവരും കുറച്ചെങ്കിലും ഒക്കെ സ്വാധീനിക്കാൻ കഴിവുള്ളവരാണ്. അത് ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടാകാം, അല്ലെങ്കിൽ ഇവർക്ക് പണമോ മറ്റു പാരിതോഷികങ്ങളോ കൊടുത്തിട്ടാകാം, മറ്റെന്തെങ്കിലും കാര്യം ചെയ്തിട്ടാകാം. അങ്ങനെ കേരളത്തിൽ എത്ര നേതാക്കന്മാരുണ്ട് ഒറ്റയ്ക്ക് അങ്ങോട്ട് മാറി എന്നിട്ട് പാർട്ടിയെയും മറ്റുള്ളവരെയും വെല്ലുവിളിച്ചുകൊണ്ട് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കുന്നു, നാളെ BJP തകരുന്നു എന്ന് പറയാൻ കപ്പാസിറ്റി ഉള്ള ഒരു നേതാവും കേരളത്തിലില്ല. ഒരു നേതാവും ഇല്ല. ഇനി ഒരു നേതാവ് BJPയിൽ നിന്ന് മാത്രമല്ല, CPM-ലും കോൺഗ്രസിലും ഒരു നേതാവില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെയല്ല. ആ തമിഴ്നാട്ടിൽ ഇതിനെയൊക്കെ ഒരു ലെവൽ ചെയ്ത് കൊണ്ടുപോകാൻ അവർക്ക് പറ്റി. അണ്ണാമലയാണൊക്കെ ഒരു നേതാവ് വന്നപ്പോൾ അദ്ദേഹം എന്തിനാണ് ഈ ജില്ലാ സെക്രട്ടറിമാരെ പ്രസിഡന്റുമാരെ മാറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രവർത്തനമില്ല. അദ്ദേഹം പറഞ്ഞത് പ്രവർത്തിക്കാൻ കഴിയാത്തവർ ഈ പാർട്ടി വേണ്ട, സ്ഥാനമാനങ്ങൾ കൊണ്ട്. നമ്മുടെ കേരളത്തിന്റെയും സ്ഥിതി അതൊക്കെ തന്നെയാണ്. ഇപ്പോഴെങ്ങനെയാണെന്ന് അറിയത്തില്ല, അവരുടെ പുതിയ ജില്ലാ പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ വന്നത്. കേരളത്തിൽ പകുതി പേര് പണിയെടുക്കത്തില്ല, പകുതി പേര് പണിയെടുക്കും. പകുതി പേരുമല്ല, ഒരു 25% പണിയെടുക്കുകയും 75% പേര് വെറുതെ ഇരിക്കുകയും ചെയ്യുന്നത് കൊണ്ടാണ് നമുക്ക് അവരോട് ദേഷ്യം വരുന്നത്. കാരണം ഒന്നിനും ഇടപെടാതിരിക്കുക, ജനങ്ങളോട് സഹകരിക്കാതിരിക്കുക, ഫോൺ എടുക്കാതെ, ഇങ്ങനെയൊക്കെയാണ് കുറെ അധികം പേര്. അതായത് അവർ സ്ഥാനം ചോദിക്കുമ്പോൾ നല്ല പൊസിഷനൊക്കെയാണ്. എന്താണ് നിങ്ങളുടെ പൊസിഷൻ? അത് ഞാൻ ഇന്ന ആളാണ്, സംസ്ഥാന സമിതി അംഗമാണ്, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റാണ്, സെക്രട്ടറി ആണെന്ന് പറയുമെങ്കിലും അപ്പൊ എന്ത് പറ്റും? പിന്തുണയില്ല. അവരുടെ ആസ്മാക്കായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അവരെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുറെ സ്തുതിപാഠകരുണ്ട്. ഇവര് ഫേസ്ബുക്കിൽ ഫോട്ടോ ഇട്ട് കഴിഞ്ഞാൽ ലൈക്ക് ഇടും, സൂപ്പർ എന്ന് പറയും. പിന്നെ ഇങ്ങനെയുള്ള കുറെ പേരല്ലാതെ കട്ടയ്ക്ക് ഇറങ്ങി നിന്നിട്ട് ഞാൻ ഇതാ ഒരു 1000 പേരെ കൊണ്ട് ഈ പരിപാടിക്ക് സംഘടിപ്പിച്ച് വരാൻ തയ്യാറാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ വരാൻ വലിയൊരു കപ്പാസിറ്റി കുറവാണ്. തമിഴ്നാട്ടിൽ സ്ഥിതി അതല്ല. ഇനി നമുക്ക് BJPയുടെ ഈ സമീപകാലത്തെ മറ്റു കാര്യങ്ങൾ നോക്കാം. ഈ BJPയുടെ ഒരു സുരേന്ദ്രന്റെ അതേ പ്രായമുള്ള ഒരു നേതാവായിരുന്നു സഞ്ജയ് കുമാർ ബണ്ടി. അവർ തെലങ്കാനയിലെ സംസ്ഥാന അധ്യക്ഷനാക്കി. അദ്ദേഹത്തെ എന്തുകൊണ്ടാണ് അവിടെ കൊണ്ടുവന്ന് വെച്ചാൽ അവിടുത്തെ പൊളിറ്റിക്സ്, തെലങ്കാനയിലെ പൊളിറ്റിക്സ് ഈ പിന്നെ കുറെ വർഗീയ സംഘർഷങ്ങളുടെ പൊളിറ്റിക്സ് ആയിരുന്നു ആ സമയത്ത്. ഈ പോപ്പുലർ ഫ്രണ്ട് ഒക്കെ വളരെ സജീവമായിരുന്ന സമയമാണ്. അസദുദ്ദീൻ ഒവൈസി ഒക്കെ 7 സീറ്റ് പിടിച്ച സമയമാണ്. അവിടെ അതിനെ ഒതുക്കാനായിട്ട് അവർക്ക് ഈ സഞ്ജയ് കുമാർ ബണ്ടിയെ പോലൊരു നേതാവ് വേണമായിരുന്നു. അതായത് ഭയങ്കര എന്താ പറയുന്നത്, ഈ ഒരു കത്തിജ്വലിക്കുന്ന നേതാവായിരുന്നു. അദ്ദേഹം ഈ പാതിരാത്രിയിലൊക്കെ പോയിട്ട് സംഘർഷം ബാധിത മേഖലയിൽ BJP പ്രവർത്തകരോടൊപ്പം നിൽക്കുകയും അടിക്കടി എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരു നേതാവായിരുന്നു. എന്തിനേറെ പറയുന്നത്, ഈ സഞ്ജയ് കുമാർ ബണ്ടിയെ തെലങ്കാന സർക്കാർ BRSന്റെ സർക്കാരായിരുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ സർക്കാരായിരുന്നു. ചന്ദ്രശേഖർ റാവുവിന്റെ സർക്കാർ ഇദ്ദേഹത്തെ ബുക്ക് ജയിലിലിട്ടു. സാക്ഷാൽ JP നദ്ദ BJPയുടെ ദേശീയ അധ്യക്ഷൻ വന്ന് റോഡിൽ കുത്തിയിരുന്നു.
ദേശീയപാത ഉപരോധിച്ചു. എന്തുകൊണ്ടാണത്? അത്രയ്ക്ക് കപ്പാസിറ്റി ഉള്ള ഒരു നേതാവാണ്. കാരണം ജനങ്ങളെ ഇളക്കി മറിച്ച് അത്രയും തീപ്പൊരിയായിട്ട് നിൽക്കുന്ന നേതാവാണ്. അദ്ദേഹം ജയിലിൽ പോയപ്പോഴേക്കും JP നദ്ദയാണ് എത്തിയത്. JP നദ്ദ എത്തുന്നു, വലിയ പ്രതിഷേധ പ്രകടനം നടത്തുന്നു, റോഡിൽ കുത്തിയിരിക്കുന്നു ഇദ്ദേഹത്തെ ജയിൽ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. വേറെ ഏതെങ്കിലും സംസ്ഥാന ലീഡർ അകത്ത് പോയി കഴിഞ്ഞാൽ JP നദ്ദ വന്ന് കുത്തിയിരിക്കുക? വേറെ നേതാക്കളൊക്കെ പോയിട്ടുണ്ടല്ലോ, കേരളത്തിലും പോയിട്ടില്ലേ? നമ്മൾ ആരും കണ്ടിട്ടില്ലത്. അപ്പൊ എന്തുകൊണ്ടാണ്? അയാൾ ഉഴുതുമറിച്ചിട്ട ഇടത്താണ് ഇന്ന് തെലങ്കാനയിൽ BJP ഉണ്ടാക്കിയിരിക്കുന്നത് വലിയ നേട്ടം. ഇന്ന് അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയാണ്. ഇനി ഫട്നാവിസ്, ദേവേന്ദ്ര ഫട്നാവിസ്, അദ്ദേഹം BJP സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കടന്നു വന്ന ഒരു നേതാവാണ് ഫട്നാവിസ്. ഫട്നാവിസിന് മുഖ്യമന്ത്രി ആകുമ്പോൾ പ്രായം എത്രയായിരുന്നു? 50 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. മഹാരാഷ്ട്ര കണക്കൊരു സ്ഥലത്ത് ഘടാഘടിയന്മാരായ BJP നേതാക്കൾ ഉള്ളപ്പോഴാണ് അവിടെ ഫട്നാവിസിനെ കണക്കൊരാളെ BJP പെട്ടെന്ന് ഉയർത്തിക്കൊണ്ട് വരുന്നത്. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഗുജറാത്തിന്റെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ഭൂപേന്ദ്ര പട്ടേൽ, അദ്ദേഹം ഒരു ബിൽഡറായിരുന്ന മനുഷ്യനാണ്. ഒരു ബിൽഡിംഗ് കോൺട്രാക്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹം മുനിസിപ്പാലിറ്റിയിലൊക്കെ അദ്ദേഹം മത്സരിച്ച് ജയിച്ചിട്ടുണ്ട്. അദ്ദേഹം പക്ഷേ അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചത് എത്ര വോട്ടിനാണെന്ന് അറിയാം? 1,17,000 വോട്ടിന്, വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. അദ്ദേഹത്തെയാണ് മുഖ്യമന്ത്രിയാക്കിയത്. അതായത് ഒരുപാട് വർഷം ജയിച്ച എക്സ്പീരിയൻസ് ഇല്ല എങ്കിൽ പോലും അദ്ദേഹത്തെ പെട്ടെന്ന് മുഖ്യമന്ത്രിയാക്കിയത്. അതിന്റെ ഫലം കണ്ടില്ലേ? ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അവർക്ക് എത്ര സീറ്റാണ് കിട്ടിയത്? റെക്കോർഡായിരുന്നു ഗുജറാത്തിൽ 153. അതായത് കോൺഗ്രസിന്റെ 145 എന്നുള്ള സീറ്റിന് അവർ മറികടന്നു. 153 പ്രതിപക്ഷം ഇല്ല, തകർത്ത് തരിപ്പണമായിക്കൊണ്ട് ഈ ഭൂപേന്ദ്ര പട്ടേൽ വന്നില്ലേ? അതിനു മുമ്പ് രൂപേഷ് ബാനി ഉണ്ടായിരുന്നു, അതിനു മുമ്പ് നരേന്ദ്രമോദി ഒക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമാണെന്ന് നോക്കുന്നത്. മോദിക്ക് പറ്റാത്തതാണ്. അവർ പുതിയ ഒരു മുഖ്യമന്ത്രിയെ നോമിനേറ്റ് ചെയ്തുകൊണ്ട് തെരഞ്ഞെടുപ്പിന് പോവുകയാണ്. അവരവിടെ അത് വളരെ ഈസി ആയിട്ട് ചെയ്തു. അപ്പം എല്ലായിടത്തും അവർ ഇതേ മെത്തേഡ് തന്നെ സ്വീകരിച്ചാണ് മുൻപോട്ട്. ഇനി ഇതിന് പറ്റാത്ത ഇടങ്ങളിൽ അവർ ഡയറക്റ്റ് കൈകാര്യം ചെയ്യുന്നുണ്ട്. ദില്ലിയിൽ അവർക്ക് പേരിനൊരു അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ. അവിടെ അവർ ഇത്തവണ എന്താ ചെയ്തത്? അവർ നേരിട്ടിറങ്ങി, RSS നേരിട്ടിറങ്ങി അവിടെ അവരുടെ ആൾക്കാർക്കൊക്കെ വേണ്ട പ്രചരണം കൊടുത്ത് ചെയ്യും. UP-യിലേക്ക് വന്ന ഇതിലും വ്യത്യസ്തമാണ് കാര്യങ്ങൾ. അവിടെ അധ്യക്ഷൻ ഉണ്ടെങ്കിൽ പോലും അവിടെ ചെയ്തിരിക്കുന്ന പണി വെച്ചാൽ ഓരോ മണ്ഡലത്തിനും, ഓരോ ജില്ലയ്ക്കും അവിടെയുള്ള MP, അവിടുന്ന് ജയിച്ചുപോയ കേന്ദ്രമന്ത്രി, അവിടെ നിന്നുള്ള സംസ്ഥാന മന്ത്രിമാർ, ആ മണ്ഡലങ്ങളിലുള്ള സംസ്ഥാന മന്ത്രിമാർ, ഇവർക്കൂടെ ചാർജ് കൊടുത്തിട്ടുണ്ട്. അതായത് നാളെ അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് യോഗം വിളിക്കാൻ താമസിച്ചാൽ മറ്റേ ഇവര് പോയിട്ട് അവിടുത്തെ MLA-യും പിന്നെന്താ ജില്ലാ കൗൺസിൽ അംഗവും പോയിട്ട് ഈ ആളെ സംഘടിപ്പിച്ച് അവിടെ മീറ്റിംഗ് വിളിച്ചിരിക്കും. കാരണം എന്താണ്? ഈ മണ്ഡലം പ്രസിഡന്റ് നഷ്ടപ്പെടാൻ മണ്ഡലം പ്രസിഡന്റിന്റെ പോസ്റ്റ് മാത്രമേ ഉള്ളൂ. മറ്റവർക്ക് നഷ്ടപ്പെടാൻ വലുതാണ്, മന്ത്രിസ്ഥാനം പോകും, ഇല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ കംപ്ലീറ്റ് അവതാളത്തിലാകും. അതുകൊണ്ടാണ് അത്രയും വലിയൊരു സംസ്ഥാനത്ത് അവർ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കൃത്യമായി തന്നെ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അവർ മുൻപോട്ട് പോകുന്നത്. അല്ലാതെ ഒരു അധ്യക്ഷനെ മാത്രം മുൻനിർത്തിയിട്ടല്ല. UP-യിലൊക്കെ അവർ ഇപ്പൊ നടത്തിയ വിജയം അങ്ങനെ ഓരോ പഞ്ചായത്ത് അവർ ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പറയുന്ന മിൽക്കിപ്പൂർ അടക്കം അവർ വിജയിച്ചത്. ബൂത്ത് അടിസ്ഥാനത്തിൽ അവർ വിഭജിച്ചു കൊടുത്തു. അല്ലാതെ മണ്ഡലം പ്രസിഡന്റ് പണിയെടുക്കട്ടെ, ഞങ്ങളൊക്കെ വോട്ട് ചെയ്യാൻ പോകാമെന്നൊരു നിലപാടിലല്ല. അപ്പൊ അങ്ങനെ എല്ലായിടത്തും അവർ പ്രൊഫഷണലിസം കൊണ്ടുവന്നിരുന്നു. വ്യക്തമായി തന്നെ എല്ലായിടത്തും പ്രൊഫഷണലിസം കൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, ഓരോരുത്തടത്തും അവർക്ക് ഓരോ സ്ട്രാറ്റജിയാണ് മുമ്പോട്ട് പോകാൻ. ബീഹാറിനെ സംബന്ധിച്ച് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട്, ബീഹാറിൽ BJP എപ്പോഴെങ്കിലും ബഹളം വെക്കുന്നതായിട്ട് ധനുഷ് കേട്ടിട്ടുണ്ടോ? ഇല്ല. അവിടെ അവർ ചെയ്യുന്ന ഒരു വലിയ പണി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ നിതീഷ് കുമാറിനെ പൊക്കി മോളി നിർത്തിക്കൊണ്ട് ആണ് അവർ മുമ്പോട്ട് പോകുന്നത്. അതായത് കുറ്റം വന്നാലും ഗുണം വന്നാലും ഈ വ്യക്തിയെ മുമ്പ് നിർത്തി ഇപ്പൊ ഏതാണ്ട് നിതീഷ് കുമാറിന്റെ പണി തീർന്നിരിക്കുന്നു. അദ്ദേഹത്തിന് അനാരോഗ്യമായി കഴിഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിന്റെ പാർട്ടി ശിഥിലമായി കഴിഞ്ഞിരിക്കുന്നു. അവർക്ക് നന്നായി അറിയാം ഇത് വീഴുമ്പോഴത്തേനും ഞങ്ങൾക്ക് ഭരണം പിടിക്കാൻ പറ്റും. അതുകൊണ്ട് എന്ത് പറ്റും? നല്ലതും ചീത്തയൊക്കെ മോദി വരുന്നു, കുറെ വികസനങ്ങളൊക്കെ ചെയ്യുന്നു, പറയുന്നത് നിതീഷ് കുമാറാണ്, മോദിയാണ് കൊടുക്കുന്നത് ജനത്തിനറിയാം, എങ്കിലും പറയുന്നത് നിതീഷ് കുമാർ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്തത് എന്നൊരു താങ്ങും. എന്നിട്ട് അവിടെ സംസ്ഥാനത്ത് പാലം പൊളിഞ്ഞു വീഴാനോ മറ്റെന്തെങ്കിലും പ്രശ്നം വന്നാലോ അത് നേരെ നിതീഷ് കുമാറിന്റെ തലയിൽ ഈ BJP-ക്കാർ വെച്ചു കൊടുക്കും. ഒരു ദാക്ഷിണ്യന്മാർക്കില്ല. ഈ രണ്ട് കളികൾ ഇതേ പണി തന്നെയാണ് ഇവർ ഒഡീഷ ചെയ്തത്. അവിടെ എന്താണ് അവർ ചെയ്തത്? നവീൻ പട്നായിക്കിന് ഇവര് സ്വന്തം ദാദ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചത്. ദാദയെ പൊക്കി നടന്ന് ദാദയ്ക്ക് കാലിടറി തുടങ്ങി വീഴാൻ പോയപ്പം ദാദയെ മാറ്റി ഇപ്പം ഒഡീഷ ഇപ്പൊ അവരാണ് ഭരിക്കുന്നത്. ഇത് എല്ലായിടത്തും അവർ ചെയ്യുന്ന പണിയാണ്. ദേവേന്ദ്ര ഫട്നാവിസിനെ അവർ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നത്? ഒരു ചെറുപ്പക്കാരനെ. മഹാരാഷ്ട്രയിൽ ഒരുപാട് മിടുക്കന്മാരായ നേതാക്കന്മാരില്ലാഞ്ഞിട്ടില്ല. ഫട്നാവിസിനെ കൊണ്ടുവന്നത്, ഫട്നാവിസിനെ അവർ ലക്ഷ്യം വെച്ചത് അടുത്തൊരു 20 വർഷത്തേക്കാണ്. ഫട്നാവിസ് മുഖ്യമന്ത്രിയായിട്ട് വരുമ്പോൾ 50 വയസ്സ് പ്രായമേ ഉള്ളൂ. അതായത് ഫൈറ്റ് ചെയ്ത് മഹാരാഷ്ട്രയുടെ ഒരു സ്ട്രോങ് ലീഡർഷിപ്പിലേക്ക് അവർ നേതാവിനെ എത്തിക്കുകയായിരുന്നു അവരവിടെ ചെയ്തത്. അവരുടെ നോക്കിക്കോളൂ, എല്ലാ സംസ്ഥാനത്തെ എനിക്ക് തോന്നുന്നു ത്രിപുരയിലെ ഒഴിച്ച്, മാണിക് സാഹ ഒഴിച്ച്, അദ്ദേഹത്തിന് 70 വയസ്സുണ്ട്. ബാക്കി എല്ലാം ഒരു 65 വയസ്സും അതിന് ബിലോയുള്ള മുഖ്യമന്ത്രിമാരാണ്. അത് കംപ്ലീറ്റ് എല്ലായിടത്തും ഒരു പ്രൊഫഷണലിസം അവർ കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ നോക്കുമ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഇവിടെ എത്തുക എന്ന് പറഞ്ഞാൽ ഈ പ്രൊഫഷണലിസ്റ്റിനെ കൊണ്ടുവരുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് അറിയാതെ വിഷയം, അവരെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ടാണ് ഇമ്പോർട്ടന്റ്. ഇപ്പൊ നമ്മളൊരു നമ്മളിപ്പോ S ജയശങ്കറെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന്
എപ്പോഴും റിസൾട്ടിൽ മാത്രമേ ശ്രദ്ധയുള്ളൂ. അല്ലാതെ ഈ ഗ്രൂപ്പ് കളിക്കാനോ ഇല്ല മറ്റൊന്നും അവർക്ക് ശ്രദ്ധയില്ല. കാരണം നരേന്ദ്രമോദിക്ക് ഇഷ്ടം അത് തന്നെയാണ്. എന്ത് ചെയ്തു, ഏത് പാതിരാത്രിക്ക് വിളിച്ചു ചോദിച്ചാലും ഇവർ കൃത്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കുന്നത് ഇതാണ്, ഞാൻ ഇത്രയും ഹാർഡ് വർക്ക് ചെയ്തു. ഇവര് അതിന് വേണ്ടിയിട്ട് ഇവര് മനസ്സുള്ളവരാണ്. നമ്മുടെ റെയിൽവേ മന്ത്രി തന്നെ പറയാറില്ലേ, ഞാൻ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതും നാളെ എത്ര വണ്ടികൾ പുറത്തിറക്കാൻ പറ്റും, എത്ര കോച്ചുകൾ പുതിയതായിട്ട് പുറത്തിറക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്ര വന്ദേ ഭാരത് എനിക്ക് ചെയ്യാൻ പറ്റും അടുത്ത മാസം, ടാർഗറ്റ് ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. ഇവിടെ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രൊഫഷണലാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ച് റിസൾട്ടാണ് പ്രൊഫഷണലെ സംബന്ധിച്ച് അവർക്ക് അവർ നോക്കുന്നത്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പിൽ, തിരുവനന്തപുരം തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമ്പോൾ എന്താ പക്ക പ്രൊഫഷണലിസത്തിലാണ് ആ സിസ്റ്റം പോയത്. എനിക്ക് തോന്നുന്നു കേരളത്തില് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രൊഫഷണലായിട്ട് പോയിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഈ രാജീവ് ചന്ദ്രശേഖർ ആയിരുന്നു. ഓരോ പഞ്ചായത്ത് ഡിവൈഡ് ചെയ്ത് കൃത്യമായ പ്രൊഫഷണലിസത്തിലാണ് പോകുന്നത്. അങ്ങനെ അവരെ സംബന്ധിച്ച് അവർക്ക് റിസൾട്ടാണ് ഉണ്ട്. ആ റിസൾട്ടിന് വേണ്ടിയാണ് അവർ ഹാർഡ് വർക്ക് ചെയ്യും. അപ്പോഴെന്ത് സംഭവിക്കും? ഗ്രൂപ്പിസത്തിന് സ്ഥാനമില്ല. എനിക്ക് തോന്നുന്നു കേരളത്തില് രാജീവ് ചന്ദ്രശേഖരനെ പിന്തുണയ്ക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരും മണ്ഡല പ്രസിഡന്റുമാരും ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം 2 ദിവസം മുമ്പാണല്ലോ വരുന്നത്. അദ്ദേഹം ആരും ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോ അതെ ഇപ്പോ മീഡിയ വണ്ണൊക്കെ പറയുന്നത് ഇനിയുള്ള രാജീവ് ചന്ദ്രശേഖരൻ കയറി വരുമ്പോൾ പണി മേടിക്കാൻ പോകുന്നത് ജില്ലാ പ്രസിഡന്റുമാരാണ്. കാരണം രാജീവ് ചന്ദ്രശേഖരനെ കാലുവാരിയ ജില്ലാ പ്രസിഡന്റുമാരെ രാജീവ് ചന്ദ്രശേഖരൻ നോക്കി വെച്ചിട്ടുണ്ട് എന്നാണ് ഇവരൊക്കെ കുത്തിത്തിരിക്കാനായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഒരിക്കലും, അവിടെയാണ് മറ്റൊരു പ്രത്യേകത. ഒരു പ്രൊഫഷണൽ ആയിട്ട് വരുന്ന ഒരാള് ഒരിക്കലും വ്യക്തിപരമായിട്ടുള്ള ഈഗോയോ ഇല്ലെങ്കിൽ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിനും മുതിരില്ല. ഇപ്പൊ ഞാനൊരു കമ്പനിയുടെ സ്ഥാപനത്തിന്റെ ഓണർ ആണെങ്കിൽ അവിടെ ഏറ്റവും നല്ല പണിക്കാരൻ ആരെന്ന് നോക്കത്തുള്ളൂ. അവൻ എന്നെ പണി കഴിഞ്ഞ് നോക്കുമ്പോൾ തെറിവിളിക്കുന്നുണ്ടോ എന്ന് ഞാൻ നോക്കാറില്ല. ഞാൻ എന്റെ കീഴിലുള്ള ജോലിക്കാരൻ നമുക്ക് പണി നടക്കണം, അത് മാത്രമേ നോക്ക്. മറ്റേ നേരെ തിരിച്ചാ. ഇപ്പൊ ഞാനൊരു ഒരു ഒരു സാധാരണ രാഷ്ട്രീയക്കാരാണെങ്കിൽ ഇവൻ എനിക്കെതിരെ പറഞ്ഞു, ഇല്ലെങ്കിൽ ഇവൻ എനിക്കെതിരെ ചെയ്തു, അപ്പൊ അവന് പണി കൊടുക്കണമെന്നായിരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ, ഈ പ്രൊഫഷണൽസിൽ നിന്ന് വരുന്ന അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ലെവലിൽ നിന്ന് വരുന്ന ആളുകൾ, അല്ലെങ്കിൽ കോർപ്പറേറ്റ് ലെവലിൽ നിന്ന് വരുന്ന ആളുകൾ എന്താ നോക്കുന്നത് വെച്ചാല്, ഇവൻ നല്ലോണം ജോലി എടുക്കുന്നവനാണോ? അല്ല, അവൻ വ്യക്തിപരമായിട്ട് എന്നെ പറഞ്ഞെന്നോ ഇല്ലെങ്കിൽ മുമ്പ് എനിക്ക് പണി തന്നോന്നല്ല. അവൻ എന്ത് ചെയ്യുന്നു? ഇത് തന്നെയാണ് അണ്ണാമല തമിഴ്നാട്ടിലും ചെയ്തത്. അണ്ണാമലയ്ക്ക് അവിടെ വേറെ പണിയൊന്നും ആരും അണ്ണാമല മത്സരിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു വരുന്ന സമയത്ത്. അണ്ണാമലയ്ക്ക് ഒരു ആരും പണി കൊടുത്തൊന്നുമല്ല. പുള്ളി നോക്കി അവിടെ ആരാണ് ജോലി ചെയ്യുന്നത് അവര് മതി, റിസൾട്ടാണ് അവർക്ക് വേണ്ടത്. അങ്ങനെ റിസൾട്ടാണ് ഇവിടെയും നോക്കുന്നത്. ഇവിടെ ആകുമ്പോൾ പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് തോന്നുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരൻ അത്ര ഫ്ലുവന്റ് ആയിട്ട് മലയാളം അറിയാത്തില്ല എന്നൊരു ധാരണ ഒരുപാട് പാർട്ടി നേതാക്കൾക്ക് പ്രവർത്തകർക്ക് ഉണ്ടെന്ന് തോന്നുന്നു, താഴെ തട്ടിലുള്ളത്. അതുകൊണ്ട് ചിലപ്പോൾ വലുതായിട്ട് ഇപ്പൊ ആരെയൊന്നും വിളിച്ച് പറയാൻ, അത് കേൾക്കാൻ അദ്ദേഹം നിൽക്കില്ല എന്നൊരു ഉറപ്പ് സാധാരണ ജനത്തിനുണ്ട്. അതായത് പിന്നെ കൈയിട്ട് വരത്തില്ല എന്നൊരു ചിന്ത സാധാരണ ജനത്തിനുണ്ട്. ആ ഒരു സാധാരണ ജനത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം അതാണല്ലോ. ഈ രാഷ്ട്രീയം എന്ന് കേൾക്കുമ്പോഴേ നമുക്ക്, അത് കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും BJP ആയാലും ഒക്കെ അഴിമതിക്കാരാണ്, കൈയിട്ട് വരുന്നവരാണെന്ന്. എന്തായാലും രാജീവ് ചന്ദ്രശേഖരനെ കുറിച്ച് അത് പറയില്ല. കാരണം കോടീശ്വരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ UDF LDF ഒക്കെ ഭയക്കുന്നുണ്ട് ഇതിനകത്ത്. കാരണം നാളെ സംഭവിച്ചുകൂടായിക ഇല്ലാത്തൊരു കാര്യമുണ്ട്. അതായത് നാളെ ഏതെങ്കിലും MLA MP ഒക്കെ ചാടിക്കണമെന്നുണ്ടെങ്കിൽ രാജീവ് ചന്ദ്രശേഖരനെ പോലെ ഒരാൾക്ക് അതിനു വേണ്ടിയിട്ടൊരു സോഴ്സ് കണ്ടെത്തേണ്ടി വരില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കി കഴിഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് അതിന് വേണ്ട പണവും മറ്റു കാര്യങ്ങളും ഒക്കെ വളരെ ഈസിക്ക് ഉണ്ടാക്കാൻ കഴിയും. കാരണം ഓൾറെഡി അത് ഉള്ള ഒരാളായതുകൊണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ പണസമ്പാദനം ലക്ഷ്യമല്ലാത്തത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു കാര്യം കഴിയും. ഞാൻ പറഞ്ഞില്ലേ, ഇത് കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ BJP പല സംസ്ഥാനങ്ങളിലും നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയാണിത്. കാരണം ഇതേപോലുള്ള പ്രൊഫഷണൽസിനെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് അവരുടെ ഒരു സിസ്റ്റം മുമ്പോട്ട് പോകുന്നത്. BJPയുടെ നേതൃനിര എടുത്തു നോക്കി, ദേശീയ നേതൃനിര എടുത്തു നോക്കിക്കഴിഞ്ഞാൽ പക്കാ പൊളിറ്റീഷ്യൻസ് ഉണ്ട്. എന്നാലും ഒരു 25% ഇതേപോലുള്ള പ്രൊഫഷണൽസും എക്സിക്യൂട്ടീവ്സ് കോർപ്പറേറ്റുകളാണ്. ഇങ്ങനെ ഉള്ളവരെ കൊണ്ടുവന്നിട്ടാണ് ഇവര് മുൻപോട്ട് പോകുന്നത്. കൃത്യമായി തന്നെയാണ് അത് പോകുന്നത്. കാരണം എന്താ വെച്ചാൽ അവര് നോക്കുന്നു എന്ന് പറഞ്ഞാല് 1-2 വർഷത്തേക്കല്ല, അവര് ഫ്യൂച്ചറാണ് കാണുന്നത്. ഇപ്പൊ തന്നെ എനിക്ക് തോന്നുന്നു ഇന്നിപ്പോ രാജീവ് ചന്ദ്രശേഖർ ചാർജ് ഏറ്റെടുത്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞ മിഷൻ 2026 എന്ന് പറഞ്ഞൊരു മിഷൻ അദ്ദേഹം തുടങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അതിൽ തന്നെ ഈ കോർപ്പറേഷനുകൾക്ക് മാത്രമായിട്ടൊരു മിഷൻ വെച്ചുകൊണ്ട് ഓരോ കോർപ്പറേഷനും, അത് നല്ലൊരു കാര്യമാണ്. ഓരോ പഞ്ചായത്തിന്റെയും വ്യത്യസ്തമായിരിക്കുമല്ലോ കാര്യങ്ങൾ, ഓരോ പഞ്ചായത്തിനും വ്യത്യസ്തമായിരിക്കും, ഓരോ വാർഡിനും വ്യത്യസ്തമായിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളിലായിട്ട് മുൻപോട്ട് പോകുക എന്നുള്ളത്. പിന്നെ ഇതിനനുസരിച്ചിട്ട് തന്നെ പാർട്ടി പ്രവർത്തകർ, എനിക്ക് തോന്നുന്നില്ല ഈ ആരും പഴയതുപോലെ ഗ്രൂപ്പ് കളിക്കുമെന്നോ ഒന്നും. കാരണം അതൊക്കെ അപ്രസക്തമായി എന്നാണ് എനിക്ക്. കേരളത്തെ സംബന്ധിച്ച് ഇനി അതൊന്നും ഒരു പഴങ്കഥ മാത്രമായിരിക്കും ഗ്രൂപ്പിസം. കാരണം അതിനൊന്നും ഇനി വലിയ ഹോൾഡ് ഇല്ല. കാരണം ഈ ഗ്രൂപ്പിസം കൊണ്ട് എന്താണ് നേട്ടമാകുന്നത്? നേട്ടം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ ഗ്രൂപ്പിസമായിട്ട് നിൽക്കുന്നത്. ഈ രാജീവ് ചന്ദ്രശേഖരനെ കൊണ്ട് അങ്ങനെ ഒരു നേട്ടം ഉണ്ടാകാൻ സാധ്യതയില്ല. പക്ഷെ പാർട്ടിക്ക് നേട്ടം ഉണ്ടാകും. അദ്ദേഹത്തിന്റെ ഈ
പിന്നെ കൂടുതൽ പേർ പ്രത്യേകിച്ച് യുവാക്കളുമൊക്കെ ഒരുപാട് ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ ഒരു വ്യക്തിത്വം, അദ്ദേഹത്തിന്റെ ഒരു കുറച്ച് നോളജ്, ഇങ്ങനെയുള്ള കാര്യത്തിൽ ആകർഷിക്കപ്പെടാൻ സാധ്യതയുണ്ട്. കാരണം ബി.ജെ.പി സംബന്ധിച്ച് ഇപ്പൊ ഈ വരുന്ന 2026 തെരഞ്ഞെടുപ്പ് അവർക്കൊരു മുന്നേറ്റം ഉണ്ടാക്കി കഴിയും. സുരേന്ദ്രൻ പോകുമ്പോൾ എത്രയാണ് അവരുടെ വോട്ടിംഗ് ശതമാനം? ഏതാണ്ട് 18-19% വോട്ടിംഗ് ശതമാനമുണ്ട്. അത് നിലനിർത്തുക എന്നുള്ളത് തന്നെയാണ്. ഇവിടെ കാലുവാരുന്ന ഒരു സാധ്യത ഇനി ബി.ജെ.പിക്ക് കേരളത്തിൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം ഇനിയും കാല് വാരിക്കഴിഞ്ഞാല് ഇന്ത്യയിലെ കേന്ദ്ര നേതൃത്വം ഒട്ടും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സ്റ്റേറ്റായി കേരളം മാറും ബി.ജെ.പിയെ സംബന്ധിച്ച്. ഇനി അവരതിനു വേണ്ടി മെനക്കെടുമോ എന്ന് അറിയില്ല. കാരണം ഇത്രയും നാളും പടവെട്ടിട്ട് ഇവരെന്ത് നേടി എന്നുള്ളത് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വിഴുപ്പലക്കലും പാരവെപ്പും കൊണ്ട് ഒന്നും നേടുന്നില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഏതായാലും രാജീവ് ചന്ദ്രശേഖർ ഒരു തുടക്കമല്ല. കേരളത്തെ സംബന്ധിച്ച് നമുക്കിപ്പോ ഒരു പുതുമയായിട്ട് തോന്നും. പക്ഷെ ഇത് തന്നെയാണ് തമിഴ്നാട്ടിൽ സംഭവിച്ചത്. ഗ്രൂപ്പിസത്തിനെ കൊണ്ട് ഇങ്ങനെ ആറാടിയും നീളത്തേക്കാണ് അണ്ണാലം മല എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ അവിടെ വരുന്നത്, അവിടെ മുൻപോട്ട് കൊണ്ടുപോകുന്നു. തെലങ്കാന കത്തിക്കാളി ബി.ജെ.പി കയറി വരും എന്ന് പറയുന്ന സമയത്താണ് സഞ്ജയ് കുമാർ വണ്ടി അവിടെ കൊണ്ടുവരുന്നത്. പക്ഷെ അദ്ദേഹം ABP-യിലൂടെ വന്ന ആളാണ് കേട്ടോ. അവർക്കൊക്കെ ബേസിക്കലി പൊളിറ്റിക്സ് ഉണ്ടായിരുന്നു. ഇദ്ദേഹം ദേവഗൌഡയിൽ കൂടെ കയറി വന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ. അപ്പൊ ഏതായാലും ബി.ജെ.പി ഇന്ത്യയില് ഇപ്പൊ നമ്മുടെ യൂറോപ്പിലും മറ്റു രാജ്യങ്ങളിലും കാണുന്ന പോലെ ഒരു പ്രൊഫഷണലിസം രാഷ്ട്രീയത്തിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരുപക്ഷെ ഇതിനോട് കിടപിടിക്കാൻ ഇനി എന്ത് ചെയ്യും എന്നൊരു വലിയ, കാരണം ഇതുകൊണ്ടൊക്കെയുള്ള കോർപ്പറേറ്റ് ഈ എക്സിക്യൂട്ടീവ്സിനും പ്രൊഫഷണൽസിനും ഒക്കെ കൂടുതലായി കോൺഗ്രസും എത്തിക്കേണ്ടിയിരിക്കുന്നു. ഇടയ്ക്ക് നമ്മുടെ രാഹുൽ ഗാന്ധി ഒരു ലീഡർ ഹണ്ടിങ് ഒക്കെ നടത്തിയിരുന്നു ഇത് കണക്കുള്ള പ്രൊഫഷണൽസിനെയൊക്കെ കോൺഗ്രസിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷം 4 വർഷം മുമ്പെങ്ങാണ്ടായിരുന്നു അദ്ദേഹം ചില എഴുത്തു പരീക്ഷകളും ഒക്കെ നടത്തിയത്. പക്ഷെ അത് എങ്ങും എത്തിയില്ല. CPM-ൽ പിന്നെ എല്ലാം ബുദ്ധിജീവികളായതുകൊണ്ട് പിന്നെ അവർക്ക് അതിന് വലിയ ബുദ്ധിമുട്ടൊന്നും വരില്ല എന്ന് തോന്നുന്നു. സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് അതിനകത്ത്, പിന്നെ അങ്ങനെ എല്ലാത്തിലും വിദഗ്ധന്മാരുള്ളത് കൊണ്ട് പിന്നെ അവർക്ക് ആ ബുദ്ധിമുട്ട് വരില്ല. പ്രൊഫഷണൽസ് ഒന്നുമില്ല, അവര് സയന്റിസ്റ്റുകളിലോട്ടാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ രാഷ്ട്രീയം ഇപ്പോൾ തന്നെ ഇങ്ങനെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഇനിയുള്ള കാലത്ത് തനത് രാഷ്ട്രീയം, അതായത് കഷത്തിൽ ഡയറിയും വെള്ളയും ഇടുന്ന രാഷ്ട്രീയം മാറിക്കൊണ്ട് കുറച്ചൊക്കെ ഇപ്പൊ രാജ്യത്തിന് മുമ്പൊക്കെ നമ്മുടെ കേരളത്തിൽ ഈ പാൻറിട്ടവരും ഒക്കെ വരുന്നത് നമുക്കൊരു ഇത് എങ്ങനെയാണ് ഒരു നേതാവ് പാൻറ്റൊക്കെ ഇട്ട് വരുന്നതെന്നൊക്കെ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സുരേഷ് ഗോപി പാൻറ്റിട്ടെന്നാണ് വന്നത്. അനിൽ ആന്റണി പാൻറ്റിട്ട് കൊണ്ടുവരാറുണ്ട്. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ എത്രയോ വട്ടം ട്രിവാൻഡ്രത്ത് പാൻറ്റും സൂട്ടും കോട്ടും ഒക്കെ ഇട്ട് വന്നിട്ടുണ്ട്. അപ്പം അതിനകത്തൊക്കെ അപ്പുറത്തേക്ക് ജനം മാറിയിരിക്കുന്നു, അവരുടെ മനസ്സ് മാറിയിരിക്കുന്നു, രാഷ്ട്രീയം മാറിയിരിക്കുന്നു. ഇപ്പൊ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ഡിജിറ്റൽ യുഗമാണ്. കാരണം ഡിജിറ്റലൈസേഷൻ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റുന്നത് ഓരോന്നും വിരൽത്തുമ്പിലാണ് കാര്യങ്ങൾ ഇരിക്കുന്നത്. അതിനനുസരിച്ച് ജനം മാറിയിട്ടുണ്ട്, യുവാക്കൾ മാറിയിട്ടുണ്ട്. അവിടെയൊക്കെ ബി.ജെ.പി വരുത്തുന്നത് രാജീവ് ചന്ദ്രശേഖരൻ മാത്രം ഒതുക്കരുത് ചർച്ച. പകരം കഴിഞ്ഞ 10 വർഷം ഇന്ത്യയില് ബി.ജെ.പി രാഷ്ട്രീയ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തെന്നുള്ളതാണ് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് രാജീവ് ചന്ദ്രശേഖരൻ ഉത്തരം കിട്ടും. അല്ല രാജീവ് ചന്ദ്രശേഖരൻ ഒരു മുതലാളിയെ കൊണ്ട് ഇരുത്തിയെന്നല്ല, അവരിരുത്തിയവർ ആരൊക്കെയാണെന്ന് നോക്കണം. കുറഞ്ഞ പക്ഷം ഗുജറാത്തിലെ മുഖ്യമന്ത്രി ആരെന്നെങ്കിലും തിരക്കണം, അദ്ദേഹത്തിന് എന്തുമാത്രം എക്സ്പീരിയൻസ് ഉണ്ടെന്നും കൂടെ തിരക്കണം. അങ്ങനെ ഫട്നാവിസിന്റെ കാര്യം, അങ്ങനെ ഓരോരുത്തരെ അണ്ണാമലയെ എടുക്കണം, എല്ലാവരെയും എടുക്കണം. അവിടെയൊക്കെ അവരെങ്ങനെയാണ് വിജയം കൊയ്തെന്ന് എടുക്കണം. അല്ലാതെ എന്താണ് ഏഷ്യാനെറ്റിന്റെ മുതലാളി വന്നു ബി.ജെ.പി വിലക്ക് വാങ്ങി എന്നല്ല പറയുന്നത്. കുറഞ്ഞ പക്ഷെ ഇന്ത്യൻ രാഷ്ട്രീയം 10 വർഷമായിട്ട് എന്ത് മാറ്റമാണ് സംഭവിച്ചത്, ബി.ജെ.പി എത്രത്തോളം മാറിയെന്ന്. ഇല്ലെങ്കിൽ നമുക്ക് എന്നും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റും, ആ മുതലാളി വന്നു ഈ മുതലാളി വന്നു എന്നൊക്കെ നമുക്ക് പറയേണ്ടി വരും. പക്ഷെ എങ്ങനെയാണ് അവർ മാറ്റിക്കൊണ്ട് പോകുന്നത് നോക്കണം. കാരണം രാജ്യത്തിന് വേണ്ടത് അതാണ്. കാരണം IT രംഗത്തൊക്കെ മികച്ച കഴിവ് തെളിയിച്ച വ്യക്തി കൂടെയാണ് അദ്ദേഹം. അപ്പൊ അതും കൂടെ നമ്മൾ ഇതിൽ കണക്ക് കൂട്ടേണ്ടതായ കാര്യങ്ങളുണ്ട്. താങ്ക് യു ബിജുട്ടാ, താങ്ക് യു സോ മച്ച്.